നമുക്കൊരു വാക്യത്തിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരാം. 1-ാം അധ്യായം എടുക്കാം. അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കാം. അതിൻ്റെ 2-ാം വാക്യം വായിക്കാം. 3-ാം വാക്യം വായിക്കാം. അവൻ കഷ്ടം അനുഭവിച്ചതിന് ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ഞാൻ പലപ്പോഴും ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ ഡോക്ടർ ലൂക്കോസ് ഇത് എഴുതിയത് എന്നെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ലൂക്കോസ് പറഞ്ഞു തുടങ്ങുന്നത്, നേരത്തെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇത് എഴുതുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. ലൂക്കോസ് പറയുന്ന ആദ്യത്തെ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചേ. യേശു കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുത്തിനു ശേഷം, അല്ലെങ്കിൽ മരിച്ചുയർത്തെഴുതിനു ശേഷം 40 ദിവസത്തോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. നമ്മൾ വിചാരിക്കരുത്, ഞാൻ പലപ്പോഴും ആദ്യമൊക്കെ ചിന്തിച്ചിരുന്നത് 40 ദിവസം യേശു ശിഷ്യന്മാരോട് കൂടെ താമസിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. മരിച്ചിട്ട് പോയതിന് ശേഷം യേശു കർത്താവ് 40 ദിവസത്തോളം ശിഷ്യന്മാരോട് കൂടെ താമസിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് എനിക്ക് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, യേശു അവരോട് കൂടെ താമസിച്ചതായിട്ട് നമുക്ക് റെക്കോർഡ്സിൽ കാണാനില്ല, പക്ഷേ എല്ലാ ദിവസവും അവരെ സന്ദർശിച്ചതായി നമുക്ക് കാണാനായി കഴിയും. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയോ? യേശുവിനോട് നമുക്ക് ചോദിക്കാം, എന്താ കർത്താവേ ഉയർത്തെഴുന്നേറ്റിന് ശേഷം 40 ദിവസം നീ ശിഷ്യന്മാരെ സന്ദർശിച്ചത്? എന്താണ് 40 ദിവസം അവരെ പഠിപ്പിച്ചത്? അത് അടുത്ത ആഴ്ചകളിൽ ഞാൻ തുടരും. ഇന്ന് ഞാൻ പ്രൊഫറ്റിക്കായ വേർഡാണ് പറയുന്നത്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ആമീൻ പറഞ്ഞേ. ഇന്ന് യേശു കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നതിന് ശേഷം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായെന്ന് പറയുമ്പോൾ നമുക്ക് അതിശയോക്തി ഒന്നുമില്ല. നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ അറിയേണ്ടത്, അതുവരെ അങ്ങനൊരു കാര്യം ആർക്കും അറിയത്തില്ല. അതുവരെ മരിച്ചൊരാൾ തിരിച്ചു വന്നതായി അവർക്കൊരാൾക്കും റെക്കോർഡിക്കലില്ല. യേശു മരിച്ചു ഉയർത്തെഴുന്നേൽക്കുന്നതിനൊക്കെ മുമ്പ് ആരും എന്ത് ചെയ്തിട്ടില്ല? ഉയർത്തെഴുന്നേറ്റിട്ട് വീണ്ടും സാധാരണ ആളുകളെ പോലെ ആരുടെ അടുക്കലേക്കും ചെന്നിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ഹല്ലേലൂയ പറയാമോ? കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, മരിച്ചിട്ട് ഒരാൾ എഴുന്നേറ്റ കണ്ടോ. ശിഷ്യന്മാരെയും യേശു കർത്താവ് വെള്ളത്തിൽ നടന്നു വന്നപ്പോൾ ശിഷ്യന്മാർ ധരിച്ചത് ഭൂതമാണ് എന്ന് പറഞ്ഞ പിശാചിന് എന്തൊക്കെയോ ചെയ്യാൻ കഴിയുമെന്നും അവർക്ക് ഇതുപോലെ പ്രത്യക്ഷമാകാൻ പറ്റുമെന്നും എവിടെയോ ആളുകളുടെ ഉള്ളിൽ അറിയാം. പക്ഷെ ദൈവം ഇങ്ങനെ ഇറങ്ങി വരികയോ ദൈവത്തിന് ഇങ്ങനെ നിങ്ങളോട് വന്ന് സംസാരിക്കാൻ അങ്ങനൊരു ചിത്രം അവരുടെ അകത്തില്ല. ദൈവം പ്രത്യക്ഷനാകില്ല എന്നല്ല ഞാൻ പറഞ്ഞ്, ദൈവം പ്രത്യക്ഷനായതാണ് ഉൽപ്പത്തി മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സ്റ്റോറിയാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്നയാൾ മരിച്ചു. മരിച്ചിട്ട് 3-ാം ദിവസം അയാൾ പ്രത്യക്ഷനായിട്ട് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ ദൈവരാജ്യം സംബന്ധിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തായിരിക്കും ശിഷ്യന്മാരെ അവർ പഠിപ്പിച്ചത്? അത് ഞാൻ അടുത്ത ആഴ്ചകൾ പഠിപ്പിക്കാം. എല്ലാം പഠിപ്പിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല, പക്ഷെ ചിലത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. കാരണം യേശു പഠിപ്പിച്ചതിന്റെ റെക്കോർഡ്സുകളൊന്നുമില്ല ബൈബിളിലെ. 40 ദിവസം പഠിപ്പിച്ചു എന്ന് മാത്രം എഴുതിയിട്ടുള്ളൂ, എന്താന്നില്ല. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയ ഒരു ഹല്ലേലൂയ പറയാം. എന്താ അവരെ പഠിപ്പിച്ചതെന്ന് പുസ്തകത്തിലൊന്നും എഴുതി, ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു എന്ന് എഴുതിയിട്ടുള്ളൂ. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, അതെന്താ കർത്താവ് ഹിഡനായി വെച്ച്, രഹസ്യമായി വെച്ച്? ബൈബിളിലെ ചില കാര്യങ്ങൾ മിസ്റ്ററി ആയിട്ട് നമുക്ക് തോന്നാം, പക്ഷെ ആ മിസ്റ്ററി ആയി തോന്നുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അവർക്കത് വെളിപ്പെട്ട് വരാനായി പോകുന്നു. ഇതെന്താ രഹസ്യമായിരിക്കുന്നെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അതിന്റെ അർത്ഥം രഹസ്യമായി ഇരിക്കാനല്ല, അത് പരസ്യമാക്കാൻ ദൈവത്തിന് തോന്നിയത് കൊണ്ട് നിനക്കത് രഹസ്യമായിരിക്കുന്ന പോലെ തോന്നുന്നത്. ഈ കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം അവർക്ക് പ്രത്യക്ഷനായിട്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ നമ്മൾ തൊട്ടതാണ്, ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്നത് മെനി ഇൻഫാലിബിൾ പ്രൂഫ്സ്. അവിടെ എഴുതിയിരിക്കുക ഇൻഫാലിബിൾ പ്രൂഫ്സ്. എല്ലാവരും പറഞ്ഞേ, ഇൻഫാലിബിൾ പ്രൂഫ്. ഇൻഫാലിബിൾ എന്ന വാക്കിന്റെ അർത്ഥം ഒരിക്കലും തെറ്റുപറ്റാത്ത എന്നാണ്. എല്ലാവരും പറഞ്ഞു, ഒരിക്കലും തെറ്റുപറ്റാത്ത. യേശുവിന്റെ ശുശ്രൂഷ സമയം മുഴുവൻ അനുഭവിച്ച ആളുകള്, 3.5 കൊല്ലം കൂടെ നിന്ന ആളുകള് ശിഷ്യന്മാർ. പക്ഷെ അവർക്ക് യേശു കർത്താവ് വീണ്ടും വെളിപ്പെട്ടിട്ട് മരിച്ചിട്ട് തിരിച്ചു വന്നതിന് ശേഷം, ഉയർത്തെഴുന്നതിന് തിരിച്ചു വന്നതിന് ശേഷം
ഒരിക്കലും തെറ്റുപറ്റാത്ത ഒരിക്കലും തെറ്റാത്ത ചില തെളിവുകൾ അവർക്ക് കാണിച്ചു കൊടുത്തു. അതെന്താണെന്ന് വേദപുസ്തകത്തിൽ എവിടെ എഴുതിയിട്ടില്ല, ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ കാണിച്ചു കൊടുത്തു എന്ന് എഴുതിയിരിക്കുക. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതിനകത്ത് ചെറിയ ഒരു സൂചന നൽകിയത് താൻ ജീവിച്ചിരിക്കുന്നു എന്നും, എല്ലാവരും പറഞ്ഞേ, മരിച്ചയാൾ ജീവിച്ചിരിക്കുന്നു എന്നും, ആ ജീവിച്ചിരിക്കുന്നു എന്നതിനോട് ബന്ധിക്കപ്പെട്ട ചില തെളിവുകളാണ് കർത്താവ് കാണിച്ചു കൊടുത്തത്. നിങ്ങൾ ആരും എന്റെ കൂടെ കൈയടിച്ചില്ല, ഒരു ആമേൻ പറഞ്ഞില്ല. വേറൊരു ട്രാൻസ്ലേഷൻ പറയുന്നത് കുറച്ചും കൂടെ വ്യത്യസ്തമായ ഒരു വേർഡാണ് നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്നത്, കൺവിൻസിങ് ഡെമോൺസ്ട്രേഷൻസ് എന്നാണ്. നമുക്ക് പറയുന്നത്, നമുക്ക് ബോധ്യം തരുന്ന വെളിപ്പെടുത്തലുകൾ. ഇതിങ്ങനെയാണോ എന്ന് അതിശയം തോന്നുന്ന വെളിപ്പെടുത്തലുകൾ യേശു കർത്താവ് എന്ത് ചെയ്തു എന്നാ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയെന്നാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ശിഷ്യന്മാരുടെ ബോൾഡ്നെസ്, ഇത് ഞാൻ ലാസ്റ്റ് അവസാനിപ്പിച്ച് പറഞ്ഞതാ. ശിഷ്യന്മാരുടെ ബോൾഡ്നെസ്, അവർക്ക് അസാധാരണ ധൈര്യമായിരുന്നു, അസാധാരണ ഉറപ്പായിരുന്നു. നമുക്ക് പലപ്പോഴും അങ്ങനൊരു അസാധാരണ ഉറപ്പോ ധൈര്യമൊന്നും ഇല്ല. പക്ഷേ ശിഷ്യന്മാർക്ക് അസാധാരണ ഉറപ്പായിരുന്നു, ധൈര്യമായിരുന്നു. അതിന്റെ കാരണം എന്തായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ആ കാരണം അറിയാം. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, യേശു കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നതിന് ശേഷം അവർക്ക് പ്രത്യക്ഷമായിട്ട് കൺവിൻസിങ് ആയ, ഒരിക്കലും തെറ്റുപറ്റാത്ത പ്രൂഫുകൾ അവർക്ക് കാണിച്ചു കൊടുത്തു. ഞാൻ ചിലപ്പോൾ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, എന്തായിരിക്കും കൺവിൻസിങ് ആയ, ഒരിക്കലും തെറ്റുപറ്റാത്ത പ്രൂഫുകൾ? യേശുവിൻ്റെ ശുശ്രൂഷ സമയത്ത് യേശു ചെയ്ത പല കാര്യങ്ങളെക്കുറിച്ചും ശിഷ്യന്മാർക്ക് സംശയം ഉണ്ടായിരുന്നു. ഒരു നല്ല ആമേൻ പറഞ്ഞേ. അതെന്താ അങ്ങനെ നടക്കുന്നത്? അതെന്തുകൊണ്ടാണ് യേശു പറഞ്ഞേ? വേദപുസ്തകത്തിന്റെ ഭാഷയിൽ, അതും അടുത്ത ആഴ്ച ഞാൻ തൊടാൻ കുറച്ചും കൂടെ ഡീപ്പായിട്ട്, വേദപുസ്തകത്തിന്റെ ഭാഷയിൽ യേശു കർത്താവ് എല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തില്ല. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ വേദപുസ്തകത്തിന്റെ വാക്ക് ഞാൻ ഉപയോഗിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം, അവർക്ക് പലതും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും പറഞ്ഞേ, അവർക്ക് പലതും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഉയർത്തെഴുന്നതിന് ശേഷം യേശു കർത്താവ് അവർക്ക് എന്താണോ ഗ്രഹിക്കാൻ പറ്റാതെ പോയെ ആ കാര്യങ്ങളെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കാനായി തുടങ്ങി. എന്റെ ഒപ്പം എത്തിയോ? ഒരു നല്ല ആമേൻ പറയാമോ? ഒന്ന് കൈയടിച്ചേ, കർത്താവിനെ സ്തുതിച്ചേ. ഓ ലവ് യു ജീസസ്. എൻ്റെ വിശ്വാസം ഞാൻ പറയാം, എൻ്റെ വിശ്വാസമല്ല, എൻ്റെ ഉറപ്പാണ് ഞാൻ പറയുന്നത്, യേശുവിൻ്റെ ശുശ്രൂഷയുടെ രഹസ്യങ്ങളായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പറഞ്ഞു കൊടുത്തത് എന്നാണ് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത്. ആമേൻ. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. ശബ്ദമേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആ ശുശ്രൂഷ രഹസ്യങ്ങൾ പങ്കുവയ്ക്കപ്പെട്ടതാണ് അവരുടെ അകത്തെ ധൈര്യത്തിന്റെ കാരണം. നിങ്ങളൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാവോ? എന്നോടൊപ്പം ഒന്ന് പറയാവോ? യേശു കർത്താവേ, ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുത്ത ശുശ്രൂഷ രഹസ്യങ്ങൾ ഞങ്ങളോട് നീ സംസാരിക്കണമേ. നമ്മുടെ പറ, യേശു കർത്താവേ, ഈ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ദൈവരാജ രഹസ്യങ്ങൾ നീ ഞങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കണമേ. ശുശ്രൂഷ രഹസ്യങ്ങൾ വെളിപ്പെടട്ടെ. നിങ്ങളെല്ലാവരും, എനിക്ക് നിങ്ങളോട് പറയണം, നിങ്ങളെല്ലാവരും ഈ കാര്യം കണ്ടിന്യൂസ് ആയി പ്രാർത്ഥിക്കണം. എനിക്ക് മനസ്സിലായെന്ന് പറയുന്നത് ചിലതൊക്കെയാണ്. എനിക്ക് തോന്നുന്നത് ഒരു വലിയ കടലിൽ ചെന്ന് ഇറങ്ങിയതുപോലെ എനിക്കിപ്പോൾ തോന്നുന്നത്. അതിൻ്റെ ഏതോ അറ്റത്താണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ആ രഹസ്യങ്ങൾ മനസ്സിലാകുന്ന അനുസരിച്ച് നമ്മുടെ ശുശ്രൂഷകൾക്ക് മാറ്റം ഉണ്ടാകാനായി തുടങ്ങും. ശബ്ദം ഹല്ലേലൂയ പറഞ്ഞേ. ശിഷ്യന്മാർ യേശുവിന്റെ കൂടെ സീക്ക് ചെയ്ത രഹസ്യം എന്ന് പറയുന്നത്, യേശു ശിഷ്യന്മാരോട് തുറന്നു കൊടുത്ത രഹസ്യം എന്ന് പറയുന്നത്, അത് നമുക്ക് എത്രയധികം മനസ്സിലാകുന്നുവോ അത്രയധികം നമ്മൾ ശക്തരായിക്കൊണ്ടേയിരിക്കും. ലാങ്കോരോനും അറിയാത്തല്ല.
യേശു ശിഷ്യന്മാരിൽ നിന്ന് പലതും മറച്ചു വെച്ചു. ദൈവം ഈ സീസണിൽ ചെയ്യാൻ പോകുന്നത് ഒരിക്കലും തെറ്റുപറ്റാത്ത കൺവിൻസിംഗ് ആയ ചില ദൈവിക പ്രവൃത്തികളിലൂടെ ദേശത്തെ ദൈവം സന്ദർശിക്കാനായി പോകുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കാവോ? ആ രണ്ട് വേർഡുകൾ ശ്രദ്ധിക്കാവോ? ഇൻഫാലിബിൾ, ഒരിക്കലും തെറ്റുപറ്റാത്ത. രണ്ട്, കൺവിൻസിംഗ് ആയ. ഞാൻ ഈ സീസണുകളിൽ നടക്കാൻ പോകുന്നത് പറയാം. നിങ്ങളുടെ വീട്ടിലെ, നിങ്ങളുടെ ശുശ്രൂഷയിലെ ഒരിക്കലും തെറ്റുപറ്റാത്ത കൺവിൻസിംഗ് ആയ ദൈവപ്രവർത്തികളെ ദൈവം മാനിഫെസ്റ്റ് ചെയ്യാനായി പോകുകയാണ്. Come on. Come on. ഒന്നും കൂടെ ഞാൻ പറയാം. ദൈവം ഈ സീസണിൽ ചെയ്യാൻ പോകുന്നത് ഒരിക്കലും തെറ്റുപറ്റാത്ത കൺവിൻസിംഗ് ആയ ദൈവപ്രവർത്തികളെ കൊണ്ട് സഭയെ നിറയ്ക്കാൻ പോകുന്നു. നിങ്ങൾ നോക്കിക്കേ, വേദപുസ്തകത്തിൽ മൂടനീളം വായിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ദൈവം തൻ്റെ പ്രവർത്തികളെ ആരംഭിക്കുന്നത് ഊഹാപോഹത്തിലൂടെയല്ല, ആളുകൾക്ക് കൺവിൻസ് ചെയ്യാവുന്ന വിധത്തിലാണ്. ഒന്നുകൂടെ പറയാം. ദൈവം തന്റെ പ്രവർത്തികൾ ആരംഭിക്കുന്നത് അല്പം പോലും തെറ്റുപറ്റുമെന്ന് ചിന്തിച്ചല്ല, തെറ്റുപറ്റാത്ത വിധത്തിലാണ് ദൈവം ചിലത് കൺവിൻസ് ചെയ്യുന്നത്. അടുത്തിരിക്കുന്നവരോട് പറ, ദൈവം ഉണ്ടെന്ന് തെളിയിക്കുന്ന അത്ഭുതങ്ങൾ. ഞാൻ നിങ്ങളോട് ചിലരുടെ ദൂത് പറയുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സേവിക്കുന്ന ദൈവം ജീവിക്കുന്നു എന്ന് തെളിയിക്കുന്ന. ജൂൺ ജൂലൈ നിങ്ങൾ ഇതിനെ പിടിച്ചോണം. നിങ്ങളുടെ വീട്ടിൽ ദൈവം ഉണ്ടെന്ന് തെളിയിക്കുന്ന. ഒന്ന് രാജാക്കന്മാർ, നമുക്ക് അറിയാവുന്ന വാചകം വായിക്കുന്നേ, 18-37 വാക്യം. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നീ തന്നെ യഹോവ, നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. അടുത്ത വാക്ക്, ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു. ആമേൻ. അടുത്ത വാക്ക്, തോട്ടിലെ വെള്ളവും വറ്റിപ്പോയി. അടുത്ത വാക്ക്, ജനമെല്ലാം അത് കണ്ട് കവിണ്ണു വീണു. ആമേൻ. യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്ന ആദ്യത്തെ ദൂത് ശ്രദ്ധിക്കേ. ഈ 2 മാസങ്ങളിൽ നടക്കാൻ പോകുന്നത് യേശു ദൈവം എന്ന് മാനിഫെസ്റ്റഡ് ആകുന്ന വിധത്തിൽ. ഞാനിത് കർത്താവിൽ നിന്ന് കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നുവാ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പക്ഷെ കർത്താവ് പറഞ്ഞു അങ്ങനെയല്ല. ഈ 2 മാസം സൂപ്പർ നാച്ചുറലായി നടക്കാൻ പോകുന്നത് നീ സേവിക്കുന്ന ദൈവമാണ്. നീ യാഥാർത്ഥ്യമായും സത്യദൈവത്തെ സേവിക്കുന്നുവെന്ന്. ശ്രദ്ധിച്ചോണം, അടുത്ത വാചകം ശ്രദ്ധിച്ചോണം. നിനക്ക് ചുറ്റുമുള്ളവർക്ക് കൺവിൻസ് ആകുന്ന വിധത്തിൽ ചില ദൈവപ്രവർത്തികൾ ഉണ്ടാകാൻ പോവാ. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുന്നോ, നീ ഇത്രയും നാളായി പ്രാർത്ഥിക്കുകയല്ലേ, ഇത്രയും നാളായി കർത്താവിനെ സേവിക്കുകയല്ലേ, ഇത്രയും നാളായി പ്രാർത്ഥിക്കുകയല്ലേ? ആ ചോദ്യത്തിന് ജോൺ ദാരുവിനും ഉത്തരം വരാൻ പോകുന്നു, നിങ്ങൾക്ക് ഉത്തരം വരാൻ പോകുന്നു. കൺവിൻസ് ആകുന്ന ചിലത് നടക്കാൻ പോകുന്നു. അടുത്തിരിക്കുന്ന ആളെ കൈ പിടിച്ചിട്ട് പറ, നിനക്ക് ചുറ്റുമുള്ളവർ നീ സേവിക്കുന്ന ദൈവത്തെ ഭയപ്പെടുന്ന വിധത്തിൽ. നീ സേവിക്കുന്ന ദൈവം ജീവിക്കുന്നു എന്ന് ഭയപ്പെടുന്ന വിധത്തിൽ. ഈ പകൽ മുതൽ നിന്റെ വീട്ടിനകത്തൊരു സന്ദർശനം ഉണ്ടാകും. കൺവിൻസിംഗ് ഡെമോൺസ്ട്രേഷൻസ് ഉണ്ടാകുന്നു.
ഒരിക്കലും തെറ്റുപറ്റാത്ത തെളിവുകൾ വെളിപ്പെടാൻ പോകുന്നു. ഒരിക്കലും തെറ്റുപറ്റാത്ത തെളിവുകൾ വെളിപ്പെടാൻ പോകുന്നു. കൺവിൻസിംഗ് ആയ തെളിവുകൾ ഉണ്ടാകാൻ പോകുന്നു. ഞാൻ പറയാം, ഒന്നും കൂടെ വാചകം ഉപയോഗിക്കാം. കൺവിൻസിംഗ് ആകുന്ന ഡെമോൺസ്ട്രേഷൻ ഉണ്ടാകും, വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും, മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകും. ഞാൻ നിങ്ങളോടാ പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ബന്ധുക്കളുടെ നടുവിൽ അവർക്കും കൺവിൻസിംഗ് ആകുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും. ഞാനിതിൽ ഒത്തിരി വീക്കായിരുന്നു ഫിസിക്കലി. ഞാൻ നേരത്തെ കിടക്കണമെന്ന് എൻ്റെ പിള്ളേരോട് പറഞ്ഞൊരു വഴക്കുണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് നേരത്തെ പ്രാർത്ഥിക്കാനിരുന്നു. പക്ഷെ ഞാൻ ഇന്നലെ ഉറങ്ങിയത് 4:30-ക്കാണ്. 5:15 എഴുന്നേറ്റു. ഉറങ്ങിയിട്ടേ ഇല്ല ഇന്ന് ഞാൻ. പക്ഷേ ഇന്ന് എൻ്റെ ഉള്ളിൽ തോന്നുക, കർത്താവ് എന്ത് ഇത്രയും വലിയ കാര്യമാണോ ഞാൻ പറയുന്നത്. കർത്താവ് പറഞ്ഞു, യെസ്, ഇതുവരെ ഇല്ലാത്ത ഒരു മാനിഫെസ്റ്റേഷൻ സഭയ്ക്കകത്ത് വരാൻ പോകുന്നു. ഞാൻ ആ വാചകം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവിനോട്, ഇതെല്ലാം എനിക്ക് അറിയാവുന്ന വാചകങ്ങളാ, മനസ്സിലാക്കുന്ന കാര്യങ്ങളാ. ഈ തീ ഇറങ്ങണേക്കാൾ മുമ്പ് ദൈവം ചെയ്ത ഏറ്റവും ആദ്യത്തെ പരിപാടി ശ്രദ്ധിച്ച് കേൾക്കണേ. ദൈവം ആദ്യം ഏലിയാവ് ചെയ്ത പരിപാടി, ഇസ്രായേൽ ഗ്രഹത്തിനൊത്തവണ്ണം കല്ലുകൾ എടുത്തിട്ട് ഒരു യാഗപീഠം പണിഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന കുറച്ചും കൂടെ നല്ലൊരു വാചകം, ഇടിഞ്ഞുപോയ യാഗപീഠത്തെ വീണ്ടും പണിയാനിടയായി. എന്നോട് കർത്താവ് പറഞ്ഞു, ആർക്കാ ഇത് സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ആരാണോ തങ്ങളുടെ ലൈഫിനെ ഈ ദിവസങ്ങളിൽ ഒരു റെക്ടിഫിക്കേഷനിലേക്ക്, ഒരു തിരുത്തലിലേക്ക്, ഒരു വീണ്ടും സമർപ്പണത്തിലേക്ക്, ഒരു പുനഃപരിശോധനയിലേക്ക്. ഞാൻ വിചാരിച്ചിരുന്നത് എനിക്കൊരു പരിശോധനയുടെ ആവശ്യമില്ലെന്ന്. ഇന്നലെ രാത്രി ഇരുന്നപ്പോൾ എനിക്കൊരു 100 കാര്യങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വന്നു. ഞാൻ അതിനെല്ലാം പറഞ്ഞു, യെസ് ലോർഡ് ഞാൻ എങ്ങനെയാ, യെസ് ലോർഡ് ഞാൻ എങ്ങനെയാ, യെസ് ലോർഡ് ഞാൻ എങ്ങനെയാ. ഞാൻ ആ കാര്യത്തിലെല്ലാം ഒരു തിരുത്തലിലേക്ക് വന്നു. എനിക്ക് മനസ്സിലായി, പുതിയ തുരുത്തിയിലാണ് പുതിയ വീഞ്ഞൊഴിക്കുന്നത്. പഴയതിലത് ഒഴിക്കത്തില്ല. പുതുക്കമുള്ള യാഗപീഠത്തിലാണ് ഒരു പുതിയ തീ വരാൻ പോകുന്നത്. നിങ്ങളുടെ പുതുക്കം അതിന് വലിയ യാഥാർത്ഥ്യമാണ്. ഈ പകൽ ആരാണോ തങ്ങളുടെ ലൈഫിനെ പുതുക്കുന്നത്, അവരുടെ അടുക്കലേക്ക് ഒരു ദൈവത്തിന്റെ തീ വ്യാപരിക്കാനായി പോകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, എന്നെ ശ്രദ്ധിക്കണേ. അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിക്കണേ. ഏലിയാവ് യാഗപീഠത്തെ പണിഞ്ഞിട്ട് അതിന് മേൽ വെള്ളം കോരി ഒഴിച്ചു എന്നാ കഴിക്കുന്നേ. മൊത്തം വായിക്കുന്നില്ല ഞാൻ ആ വാചകം വായിക്കുമ്പോൾ ഇതുവരെ തോന്നാത്തൊരു കാര്യം പറയുക, ഒരിക്കലും ഇനി ഒരു സന്ദർശനം എൻ്റെ ലൈഫിൽ ഉണ്ടാകത്തില്ല. ഇനി ഒരിക്കലും ഇതൊന്നും തെളിയപ്പെടത്തില്ല. ഇനി ഒരിക്കലും ആളുകളുടെ മുമ്പിൽ അതൊന്ന് കൺവിൻസ്ഡ് ആകത്തില്ല. ഉദാഹരണം പറഞ്ഞ് വർഷങ്ങളായിട്ട് നടക്കുക പാണ്ഡുവായിട്ട്, ഇനി ഒരിക്കലും അത് മാറത്തില്ല, ഇനി ഒരിക്കലും അതിന് വ്യത്യാസം വരത്തില്ല എന്ന് പറയുന്ന കാര്യത്തിന് മേൽ നനഞ്ഞു പോയത്, ഒരിക്കലും കത്തില്ല എന്ന് പറയുന്നത്, ഒരിക്കലും പുനർജീവിക്കില്ല എന്ന് പറയുന്നത്, അവിടെ എന്റെ ദൈവം വെളിപ്പെടാനായി പോകുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഒരിക്കലും അവിടെ തീ പിടിക്കത്തില്ല. ഇനി ഒരിക്കലും അവിടെ ചലനം ഉണ്ടാകത്തില്ല. ഇനി ഒരിക്കലും ഒരു ദൈവപ്രവൃത്തി അവിടെ എഴുന്നേക്കത്തില്ല. ഞാൻ നിങ്ങളോട് പറയാം, ഇതുവരെ അങ്ങനെയാണ് ചില കാര്യങ്ങൾ വിശ്വാസിയായിരിക്കുന്ന നിനക്കുള്ളതെങ്കിൽ, ഈ പകൽ നിന്നോടുള്ള ദൂത്, ഈ ജൂണും ജൂലൈയും നിനക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യാൻ പോകുകയാണ്. ഞാൻ ഒന്നും കൂടെ വാചകം പറയും, ഇനി ഒരിക്കലും കത്തത്തില്ല, ഇനി ഒരിക്കലും മാറത്തില്ല. പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് ഇത്രയും കൊല്ലമായി, വിശ്വാസത്തിൽ വന്നിട്ട് ഇങ്ങനെയാണ്, പക്ഷെ ഇതുവരെ ഒരു ചേഞ്ച് ഇല്ല. ആ കാര്യം ഒരിക്കലും വ്യത്യാസപ്പെടത്തില്ല. ഞാൻ ആ വ്യക്തിയോടാ പറയുന്നത്, അവിടേക്ക് ദൈവത്തിന്റെ തീ ഇറങ്ങും, അവിടേക്ക് ദൈവത്തിന്റെ ശക്തി വരും, അവിടേക്ക് ദൈവ പ്രവൃത്തി ഉണ്ടാകും. ചിലരുടെ മോന്റെ വിവാഹം, ചിലരുടെ രോഗങ്ങൾ, ചിലരുടെ ഫിനാൻസുകൾ, ചിലരുടെ വഴികൾ, എന്റെ ദൈവത്തിന്റെ വഴികൾ തുറക്കുകയാണ്. ഞാൻ നിങ്ങളോട്
ചെറിയ കാര്യം കയറി പിടിക്കുന്നവര് പിടിച്ചോട്ടെ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇനി ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, ഇനി ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ കയറി പിടിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടുള്ള ദൂത് ഈ മാസം അത് സംഭവിക്കാം, ഈ ആഴ്ചയിലോ സംഭവിക്കാം, ഈ വരുന്ന ദിവസങ്ങളെ സംഭവിക്കാം. എന്റെ ചർച്ചിലെ സഹോദരങ്ങളോട് ഒരു ദൂത് പറയാം, ചർച്ചിന്റെ മുഖമേ മാറിപ്പോകും. എന്റെ ലീഡേഴ്സിനോട് ഒരു വാചകം പറയാം, ചർച്ചിന്റെ മുഖമേ മാറാൻ പോകുന്നു. നിങ്ങളുടെ ശുശ്രൂഷയുടെ മുഖമേ മാറാൻ പോകുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ചും കൂടെ വലിപ്പമുള്ള ദൂതാ കേട്ടോ, വേണ്ടവരെടുത്തോണം. നിങ്ങളിൽ പലരും, ഞാനിത് പ്രാർത്ഥിക്കുമ്പോ ആ സമയത്ത് സോളി ഇല്ലായിരുന്നു, രാത്രി അവൾ ഉറങ്ങാൻ പോയി. എനിക്ക് അവളെ വിളിച്ചു പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ അവളോട് ഞാൻ പറയുക, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ റെഡി ആയിക്കോ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞു. ദൈവമുണ്ടെന്ന് തെളിയിക്കുന്ന വിധത്തിൽ ചില ശുശ്രൂഷകൾ ചിലരെ ഏൽപ്പിക്കാൻ പോവുകയാണ്. സോളി, നീ പ്രാർത്ഥിക്കുന്ന കാര്യമല്ലേ ഇത്? മൈക്ക് പറ, നീ ഇതല്ലേ ഇത് പ്രാർത്ഥിക്കുന്നേ? എനിക്ക് നിന്റെ എല്ലാ പ്രാർത്ഥനയും അറിയത്തില്ല. ദൈവം ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു ശുശ്രൂഷ നിന്നെ കൊണ്ട് ദൈവം ചെയ്യിക്കാൻ പോവാ. നീ ശുശ്രൂഷിക്കുന്നത് കണ്ടാൽ, ഞാൻ ഒന്നും കൂടെ പറയാം, വേണ്ടവർ റിസീവ് ചെയ്തോണം. അവിടെ ദൈവം ഇറങ്ങി നിൽക്കുന്നു എന്ന് ആളുകൾ പറയാൻ പോവുക. ഇനി ഞാൻ പറയുന്ന വാചകം ശ്രദ്ധിച്ചോണം. ദൈവത്തെ പ്രദർശിപ്പിക്കുന്നവർ എഴുന്നേൽക്കുന്നു. ഈ ജൂണിലെ ദൂത, ഈ ജൂണിലെ ദൂത, ഞാൻ ദൂതിലേക്ക് കയറുവാ, ഞാൻ ഈ ദൂതിലേക്ക് കയറുവാ. ദൈവം ഉണ്ടെന്ന് തെളിയിക്കുന്ന ആളുകൾ എഴുന്നേൽക്കുന്നു. ഞാനിത് പറയുമ്പോ ചിലരുടെ തലയിൽ നിന്ന് ഷോക്കടിക്കുന്ന പോലെ ദൈവശക്തിയുണ്ട്. ഞാൻ ഒന്നും കൂടെ പറയാം, ദൈവം ഉണ്ടെന്ന് തെളിയിക്കുന്ന ആളുകൾ പ്രസംഗിച്ചല്ല, ശൂന്യതയിൽ നിന്ന് ചിലത് വെളിപ്പെടുത്തിയിട്ടോ മാജിക്കുകാരനെ തോൽപ്പിക്കുന്ന വിധത്തിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ പോകുന്നു. ഈ ജൂൺ മാസത്തെ ദൂത തെറ്റിപ്പോകരുത്, മറന്നു പോകരുത്, എഴുതിയിടണം. ദൈവം ഉണ്ടെന്ന് തെളിയിക്കുന്ന ശുശ്രൂഷകർ ഇതിനകത്ത് എഴുന്നേറ്റ് വരാൻ പോകുന്നു. ദൈവത്തെ വെളിപ്പെടുത്തുന്ന ആളുകൾ ഇതിനകത്ത് എഴുന്നേറ്റ് വരാൻ പോകുന്നു. ദൈവത്തെ അവർ വെളിപ്പെടുത്താൻ തുടങ്ങും. അവരുടെ കൈകളിൽ ദൈവം വെളിപ്പെട്ടു വരും, അവരുടെ വാക്കുകളിൽ ദൈവം വെളിപ്പെട്ടു വരും, അവരുടെ കണ്ണുകളിൽ ദൈവം വെളിപ്പെട്ടു വരും, അവരുടെ നോട്ടത്തിൽ വെളിപ്പെട്ടു വരും. നിങ്ങൾ അനുഭവിക്കുന്നത് ദൈവശക്തിയാ. റിസീവ്, റിസീവ്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. റിസീവ്, റിസീവ്, റിസീവ്. പവർ, പവർ, പവർ. നിങ്ങൾ ആരെങ്കിലും അവിടെ ബഹളം വെക്കുന്നെങ്കിൽ നോക്കല്ലേ. ഈ ചർച്ചിനകത്ത് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടാകുക, അത് ഉളവാകുകയാ. Dina Nahasima, Dina Mahasima, Dina Hasima Haloko, Risa Manahasiko, Lina Manahasiko, Risi Manahasakobo. ദൈവത്തെ വെളിപ്പെടുത്തുന്നവർ. ഞാൻ നിങ്ങളോട് പറയാം, ചിലർ പട്ടണങ്ങൾക്ക് സഭ ദൈവത്തെ വെളിപ്പെടുത്താൻ പോകുന്നു, രാജ്യങ്ങൾക്ക് ദൈവത്തെ വെളിപ്പെടുത്താൻ പോകുന്നു.
ഇന്ത്യക്ക് വെളിപ്പെടുത്താൻ പോകുന്നു, സംസ്ഥാനങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു. നീ ഇതുവരെ കണ്ടിട്ടുള്ളതല്ല കാണാൻ പോകുന്നേ. A new season is beginning. A new season is beginning. New season is beginning. ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയാം, എനിക്ക് ജൂണിൽ എന്തോ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമായിരുന്നു. പക്ഷേ ജൂൺ ജൂലൈയിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് അതിൻ്റെ ഒരു പോർഷൻ എനിക്കിന്ന് അറിയാം. സീരിയസ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച മുതൽ 2 മാസം മുമ്പ് പറഞ്ഞു തുടങ്ങും, മെയ് ജൂൺ എന്തോ പ്രത്യേകതയുള്ള മാസങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസാധാരണമായിരിക്കും കേട്ടോ, അസാധാരണമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഏലിയാവിനൊരു കാര്യം അറിയാം. ഞാൻ പറഞ്ഞ തീപ്പെട്ടി ഉരയ്ക്കാതെ തീ ഉണ്ടാവുമെന്ന്. ഞാനൊന്നും കൂടെ പറയാം. ഏലിയാവിനൊരു കാര്യം അറിയാം. ഞാൻ ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്യാതെ, തീപ്പെട്ടി കത്തിക്കാതെ, ലൈറ്റർ ഉപയോഗിക്കാതെ ഞാൻ പറഞ്ഞ തീ വെളിപ്പെടുമെന്ന് അറിയാം. തന്നെ പിടിക്കാൻ വന്ന ആളുകളോട് ശ്രദ്ധിക്കാം, തന്നെ പിടിക്കാൻ വന്ന ആളുകളെന്ന് ശ്രദ്ധിക്കാം. ആ ആളുകളെ നോക്കിയിട്ട് ഏലിയാവ് പറയുക, ശ്രദ്ധിച്ച് കേൾക്കണം, ഭയങ്കര കേൾക്കാം കേട്ടോ. അവരുടെ മേൽ തീ വീഴട്ടെ. എവിടുന്ന് വരുന്ന സാധനം എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന ആ തീയെ, ആ സിംഹാസനത്തെ താൻ കൈകാര്യം ചെയ്യുന്നയാളായിരുന്നു എന്ന് പറഞ്ഞ ആ സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന നദിയെ, അതിനെ സ്വീകരിച്ച് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നയാളായിരുന്നു അവൻ. ന്യായവിധിയുടെ തീ വെളിപ്പെടാൻ പോകുന്നു. ദൈവമാണെന്ന് തെളിയിക്കുന്ന തീയും വെളിപ്പെടാൻ പോകുന്നു. രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും ചലിക്കുന്ന. ഒന്ന്, ദൈവം ഞാനാണെന്ന് തെളിയിക്കുന്ന ദൂതും തീയും, ന്യായവിധിയുടെ തീയും ഒരേപോലെ പട്ടണങ്ങളിൽ പിടിക്കും. ഇത് കർത്താവിനോട് പറഞ്ഞൊരു വാചകം പറയട്ടെ. ഇത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല നടക്കാൻ പോകുന്നത്. അടുത്തിരിക്കുന്നവരോട്, കേരളത്തിൽ മാത്രമല്ല, ഈ ഇന്ത്യയിലുടനീളം നിങ്ങൾ ഇത് കാണാൻ പോവുക. ഭരണം ആരായിരുന്നാലും, കക്ഷി ആരായിരുന്നാലും ഇത് വെളിപ്പെടും. ഞാൻ നോക്കുമ്പോൾ ഇന്നലെ രാത്രിയിൽ, ഇന്ന് പകലുള്ള എനിക്ക് കാണാനുള്ളത്, അതിനായി ദൈവം അസൈൻ ചെയ്തിരിക്കുന്നു ദൂതന്മാരെ. ഓ, ഇതുവരെ നമ്മൾ പട്ടണങ്ങളിൽ കണ്ടിട്ടില്ലാത്ത പുതിയ അസൈൻഡായ ഏഞ്ചൽസ് ഈ പട്ടണങ്ങളിലേക്ക് ഇറങ്ങുക. സ്വർഗ്ഗം എന്നോട് പറഞ്ഞത്, ഞാൻ അതിനായി ദൂതന്മാരെ അസൈൻ ചെയ്തിരിക്കുവാണ്. ഓ എന്ന് പറഞ്ഞ ദൈവം അതിനുവേണ്ടി ചിലരെ മാറ്റി വെച്ചേക്കുക. എപ്പോ വേണമെങ്കിലും വെളിപ്പെടാം, ഏത് സെക്കൻഡിൽ വേണം വെളിപ്പെടാം. അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്തിട്ട് പറ, അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്തിട്ട് പറ, ഒരിക്കലും തെറ്റാത്ത തെളിവുകൾ, ഒരിക്കലും തെറ്റാത്ത തെളിവുകൾ, കൺവിൻസിംഗ് ആയ ഡെമോൺസ്ട്രേഷൻസ്. പറ, കൺവിൻസിംഗ് ആയ ഡെമോൺസ്ട്രേഷൻസ്. എന്റെ ദൈവം എന്തെങ്കിലും പറഞ്ഞാലേ ദൈവത്തിന്റെ ഒരു സ്വഭാവമുണ്ട്. അടുത്തിരിക്കുന്നവരോട് പറ, ദൈവത്തിന്റെ ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിന്റെ പ്രത്യേകത ഞാൻ പറയട്ടെ. സ്വഭാവത്തിന്റെ പ്രത്യേകത, ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത, ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അത് അവർക്ക് കൺവിൻസിംഗ് ആകേണ്ടതിന് തെളിവുകൾ ദൈവം ചെയ്യും. നിങ്ങൾ കേട്ടില്ല ഞാൻ പറഞ്ഞത്? ദൈവം ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ, ദൈവം അയാളെ തെരഞ്ഞെടുത്തിട്ട് അയാൾക്ക് മനസ്സിലായില്ലെങ്കിൽ ദൈവം അതിനെ കൊണ്ട് ഉപേക്ഷിക്കത്തില്ല. അയാളെ കൺവിൻസിംഗ് ആയ ചില തെളിവുകൾ കൊടുക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ വേറെ ആരെങ്കിലും അയക്കേ. തീ ഇറങ്ങി സത്യവാ, തീയുടെ നടുവിൽ വെളിപ്പെട്ട് സത്യവാ, സംസാരിച്ചു സത്യവാ, പക്ഷെ എന്നെ കൊണ്ട് പറ്റത്തില്ല, നീ വേറെ ആരെങ്കിലും അയക്കേ. കർത്താവ് പറഞ്ഞ ആദ്യത്തെ വാചകം 4:1 മുതൽ വായിക്കണം. കർത്താവ് പറഞ്ഞു, നിന്റെ കയ്യിൽ എന്നാ ഉള്ളേ? അവൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു വടിയാ ഉള്ളേ. നീ താഴോലിട്ടിട്ടേ. അവൻ താഴോലിട്ടിട്ടു. അത് അവനെ ഭയപ്പെടുത്തുന്ന പാമ്പായി. അവനോട് കർത്താവ് പറഞ്ഞു,
അവനത് കണ്ടിട്ട് ഓടിപ്പോയെന്ന് എഴുതിയിരിക്കുന്നത്. അവൻ നിൽക്കുന്ന സ്ഥലത്ത് അപ്പൊ എത്രത്തോളം വലിയ പാമ്പായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുക. അടുത്ത വാചകം, മോശയോട് അവന്റെ കൈ നീട്ടി ആ വാലിനെ പിടിക്കാൻ പറഞ്ഞു. വാലിനെ പിടിച്ചു അവൻ. ആ വടി പാമ്പായി, പാമ്പ് വടിയായി. എനിക്ക് ദൈവത്തോട് ചോദിക്കാനുള്ളത്, എന്നത്തിന് ഈ തെളിവ്? സ്വർഗ്ഗം എന്നോട് പറഞ്ഞൊരു വാചകം, ഞാൻ നിന്നെ വിളിച്ചു എന്നതിന് തെളിവ്. ചിലരോടുള്ള ദൂത, ഞാൻ നിന്നെ വിളിച്ചു എന്നതിന്റെ തെളിവ് ഈ ദിവസങ്ങളിൽ വെളിപ്പെടും എന്ന് പറഞ്ഞ നിനക്ക് കൺവിൻസിംഗ് ആകുന്ന തെളിവുകൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുകയാണ്. നിങ്ങൾക്ക് ചിലപ്പോ തമാശയായിട്ട് തോന്നുന്നു, സീരിയസ് ആയി തോന്നുന്നു, എനിക്കറിയത്തില്ല കേട്ടോ. ചിലത് തെളിവായി വെളിപ്പെട്ടു വരികയാണ്. നിങ്ങൾക്ക് എന്റെ കൂടെ വരാൻ പറ്റുന്നോ? ദൈവം ചിലത് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ദൈവം ചില ചുറ്റുപാടുകളെ ക്രമീകരിക്കാനായി തുടങ്ങും. എനിക്ക് വീടുണ്ടായപ്പോ ആളുകൾ കടന്ന് തലയും കുത്തി മറിയൊക്കെ ചെയ്തു. പക്ഷെ നിങ്ങൾക്കറിയാമോ, എന്റെ വീട് വാങ്ങിയതിന്റെ അല്ലെങ്കിൽ 1 കിലോമീറ്റർ അപ്പുറത്ത് എനിക്ക് നടന്നു പോകാവുന്ന രീതിയിൽ സ്റ്റുഡിയോ തന്നു. സ്റ്റുഡിയോ മേടിക്കുമ്പോൾ ആളുകൾ പറഞ്ഞു ഇവിടെ മേടിക്കണോ, പക്ഷേ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അതിലെ റോഡ് വന്നു. നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ, ദൈവം ഒരു കാര്യം ചെയ്യണേക്കാൾ മുമ്പ് ചിലത് പ്രിപ്പയർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പ്രിപ്പറേഷൻ നടക്കുമ്പോ വിചാരിച്ചോണം എവിടേക്കോ പോകാൻ പോവാ. നിങ്ങൾ എന്റെ ഒപ്പം എത്തിയെന്ന് എനിക്ക് അറിയത്തില്ല. പ്രിപ്പറേഷൻ നടക്കുമ്പോ വിചാരിച്ചോണം ദൈവം എന്തോ വലിയ കാര്യം ചെയ്യാൻ പോവാ. സഭയുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും വർഷമായിട്ട് ഈ പള്ളി കൂടിയിട്ട് സ്വപ്നങ്ങൾ കാണാത്തവരല്ലായിരുന്നു? ഇത്രയും വർഷം എന്റെ കൂടെ കൂടിയിട്ട് ദർശനങ്ങൾ കാണാത്തവരില്ലായിരുന്നു? എന്നാൽ നിങ്ങളൊന്ന് നോക്കാവോ, എന്റെ ചർച്ചിൽ ഇപ്പൊ 1250 പേര് ഇരിപ്പുണ്ട്. ആ ആളുകളിൽ മുഴുവൻ പേരും ദർശനങ്ങൾ കാണുന്നവരായിരുന്നു. നിങ്ങൾ ഇതിനെ ചെറുതായി കാണരുത്. വരാൻ പോകുന്ന എന്തോ കാര്യത്തിനു മുമ്പായി ദൈവം ചിലതിനെ പ്രിപ്പയർ ആക്കുകയാണ്. എന്റെ കൂടെ എത്തിയോ? ഒരു നല്ല ഹല്ലേലൂയ പറയാവോ? അടുത്തത് മോശയോട് പറഞ്ഞു, നിന്റെ കൈ ഒന്ന് അകത്തോട്ടിട. അവൻ കൈ അകത്തേക്ക് ഇട്ടു. തിരിച്ചെടുപ്പോ അത് കൈകൾ കുഷ്ഠമായിട്ട് മാറി. ദൈവനോട് വീണ്ടും പറഞ്ഞു, കൈ അകത്തേക്ക് ഒന്നും കൂടെ ഇട. അവനത് സൗഖ്യമായി കണ്ടു. അവൻ പറഞ്ഞു, ഇത് രണ്ടും കൊണ്ട് നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ ആ വെള്ളം എടുക്ക. ആ വെള്ളത്തെ അവ എടുത്തു. ആ വെള്ളം ചോരയായി മാറി. അവൻ പറഞ്ഞു, ഞാൻ ഇത് തെളിയിച്ച എന്തിനാണെന്നറിയോ? ഈ തെളിവുകൾ എന്തിനാണെന്നറിയോ? ഞാൻ നിന്നെ വിളിച്ചു എന്നതിന്റെ തെളിവാണ്. ഇനി ഞാൻ ദൂത് പറയട്ടെ, നിങ്ങളെ ദൈവം വിളിച്ചു എന്ന് തെളിയിക്കുന്ന ചില തെളിവുകളിലേക്ക് ഈ ദിവസം ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. നിങ്ങൾ അതിനെ കൈയടിച്ചില്ലല്ലോ. ഞാൻ സോളിയോട് ഒരു വാചകം പറഞ്ഞു. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്രിസ്റ്റ കൊടുക്കാനായി പ്ലാൻ ചെയ്യുമായിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് ആ ക്രിസ്റ്റ മാറണം, എനിക്ക് വേറൊരു വണ്ടി വേണം. ഞാൻ സോളിയോട് പറഞ്ഞു, സോളി ഇന്ന് ഞാൻ ചർച്ചിൽ ചെന്നിട്ട് പറയും എനിക്ക് ആ വാഹനം മാറണം, നിങ്ങൾ ആരെങ്കിലും മുന്നോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അടുത്തൊരു അപ്ഗ്രേഡേഷൻ വരുമോ? ഞാൻ ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ബ്രദർ ഒന്നോട് പറഞ്ഞു, ബ്രദറെ ഭാരപ്പെടേണ്ട, ആ കാര്യത്തിന് ഞാൻ പുറകെ നിന്നോളാം. എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ചിന്റെ ചരിത്രത്തിൽ ആദ്യമോ അല്ലേ? ഞാൻ 10-25 കൊല്ലം ചർച്ചിന്റെ ഈ ശുശ്രൂഷയായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ചർച്ചിന്റെ ചരിത്രത്തിൽ അത് ഞാൻ സോളിയോട് പറഞ്ഞു, സോളി അടുത്തൊരു അപ്ഗ്രേഡേഷൻ വരുമ്പോ ഇതിന്റെ ചുറ്റുപാട് മുഴുവൻ കാര്യത്തിനും മാറ്റം വരാൻ തുടങ്ങും. അതിനായി ചിലരെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് സ്തോത്രം. അതിനായി ചിലരെ ചേർത്തു നിർത്തിയതിനെ ഓർത്ത് സ്തോത്രം. ഞാൻ ഒരു തമാശ കാണാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ വീട്ടിൽ പോയ സ്ഥലം പറയാൻ, വ്യക്തിയുടെ പേര് പറയാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് മിണ്ടാതാ. അത് എന്നോട് പറഞ്ഞു, ബ്രദർ ചർച്ച് വെക്കുമ്പോൾ 1 കോടി രൂപ എൻ്റെ വകയാണ്. ഞാൻ കുറച്ചു നേരം ഷോക്കായിട്ട് കേട്ടു. കുറച്ചു നേരം അവിടെ നിന്ന് ഞാൻ സോളിയും കൂടെ ആ വീട്ടിൽ പോയേ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തോ പറയാം? അല്ല ബ്രദറെ, 1 കോടി രൂപ എൻ്റെ വകയാ. ശ്രദ്ധിച്ചോണേ, നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? നമ്മൾ 46 ഏക്കർ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവോ?
₹1 കയ്യിലില്ല നമ്മുടെ. ഒരാൾ വന്നിട്ട് പറയുക, സംതിങ് ഈസ് കമ്മിങ് വിത്ത് യു ബ്രദർ. എന്താ നിങ്ങൾക്ക് ആമീൻ വരാത്തെ? ചില തെളിവുകൾ വെളിപ്പെടുമ്പോൾ അതിന്റെ അർത്ഥം വരാൻ പോകുന്നത് അസാധാരണമായതാ. ദൈവം നിങ്ങളോട് പറയുക, ഞാൻ ചിലതിനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിന്റെ തല കൊണ്ട് ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്? ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയതിനെ, ഞാൻ നിനക്ക് വേണ്ടി കരുതിയതിനെ. നിങ്ങൾക്ക് തലയിൽ കൂടെ ചിന്ത വരുന്നു. ട്രിവാൻഡ്രം ചർച്ചിൽ അങ്ങനെ ഒരാൾ മുന്നോട്ട് വന്ന് പറയുന്നു, എന്റെ തലയിൽ കൂടെ വരെ പോയിട്ടില്ല കേട്ടോ. വിദേശത്തുള്ള ഒരാൾ എന്നോട് പറയുക, ഞാൻ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അതിന്റെ അർത്ഥം കർത്താവിന് പറയാനുള്ളത്, ഞാൻ എന്തോ തിരുവനന്തപുരത്ത് ചെയ്യാൻ പോവാ. നിങ്ങൾ ആരെങ്കിലും ഒരു കൂടെ ഉണ്ടോ? നിന്നോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ആരംഭിച്ചു തുടങ്ങി കഴിഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വാതിലുകൾ തുറന്നു തുടങ്ങി കഴിഞ്ഞു. ഉറവകൾ ആരംഭിച്ചു കഴിഞ്ഞു. സീസണെ അറിയാത്തവൻ വിത്തിനെ എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് കളയും. വിത്ത് ഫ്രിഡ്ജിൽ ഇരിക്കാനുള്ളതല്ല, സീസൺ സമയത്ത് വിതയ്ക്കാനുള്ളതാ. എന്റെ കൂടെ എത്തിയവർക്കൊരു ഹല്ലേലൂയ പറയാം. സാഹചര്യങ്ങൾ കാണുമ്പോൾ വിചാരിച്ചോണം, അത്തി തെളിർക്കുമ്പോൾ വിചാരിച്ചോണം ഇന്ന സീസണാ വരുന്നതെന്ന്. ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ വിചാരിച്ചോണം, സംതിങ് ഈസ് കമ്മിങ്, ഇറ്റ് ഈസ് വെരി നിയർ ബൈ, ഇറ്റ് ഈസ് ക്ലോസർ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ഞാനൊരു കാര്യം പറയട്ടെ, അതാണ് എൻ്റെ ലക്ഷ്യസ്ഥാനമെങ്കിൽ ഞാനിങ്ങനെ നടന്ന് നടന്ന് അടുക്കുന്നത് എനിക്കറിയാം. ഒരു വ്യക്തി ഇന്നത് ചെയ്യാന്ന് പറഞ്ഞതിന്റെ അർത്ഥമല്ല, അതൊരു തെളിവാണ്. ഞാൻ നിന്നെ കുറിച്ച് ചിലത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാനിഫെസ്റ്റഡ് ആകുകയാ. ഇന്ന് നിങ്ങൾ രാവിലെ കൊല്ലത്തൊന്ന് വരണമായിരുന്നു. എനിക്ക് തോന്നുന്നു കൊല്ലത്ത് വന്ന എല്ലാ ആളുകളും എന്ത് ചെയ്യും തൊട്ടു. ഇന്ന് ഇതുപോലൊരു മീറ്റിംഗ് കൊല്ലത്ത് നടന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അസാധാരണമായിരുന്നു. ദൈവം എന്തോ ചെയ്യുന്നത് തുടങ്ങി വെക്കുന്ന കാണാം. എൻ്റെ കൂടെ ഉണ്ടോ? ഞാനൊരു ദൂത് പറയട്ടെ. നിങ്ങൾ 1 ശമൂവേലിന്റെ 10-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കണം. അവിടെ എഴുതിയിരിക്കുക, ഈ അടയാളങ്ങൾ നിനക്ക് സംഭവിക്കുമ്പോൾ യുക്തമെന്ന് ചെയ്തു കൊള്ളുക, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ആരോട് പറഞ്ഞതാ? ശൗൽ എന്ന് പറയുന്ന രാജാവിനോട് പറഞ്ഞതാ. ശൗലിനെ ദൈവം ഇതാ ശമൂവേലിലൂടെ അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്തിട്ട് പറഞ്ഞു, ഇനി നീ പോക്കോ, പോകുന്ന വഴിക്ക് ഞാൻ നിന്റെ മേൽ അഭിഷേകം ചെയ്തതിന് ചില തെളിവുകൾ ഞാൻ വെളിപ്പെടുത്തും. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്കണം, ഒരു ആമീൻ പറയണം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ച് ഒരു ആമീൻ പറയണം. ഒന്നാമത്തെ തെളിവ്, നീ വീട് വിട്ട് ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ നിനക്കൊരു കാര്യം കാണാം. നിന്റെ അപ്പൻ നീ പോകുന്ന വഴിക്ക് 2 ആളുകളെ കാണും. ആ 2 ആളുകൾ നിന്നെ കണ്ട ഉടനെ പറയാൻ പോകുന്നത്, നിന്റെ അപ്പൻ കഴുതുകളെ കുറിച്ചുള്ള വിചാരം കളഞ്ഞിട്ട് നിന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നു എന്ന് പറയാനിടയാകും. ശമൂവേലിരിക്കുന്ന പട്ടണത്തിൽ നിന്ന് താനായിരിക്കുന്ന പട്ടണത്തിലേക്ക് യാത്ര ചെയ്യുക. ശ്രദ്ധിച്ചോണേ, ശമൂവേലിരിക്കുന്ന പട്ടണത്തിൽ നിന്ന് താനായിരിക്കുന്ന പട്ടണത്തിലേക്ക് യാത്ര ചെയ്യുകയാ. എത്രയോ ആളുകൾ ആ മനുഷ്യനെ ഫേസ് ചെയ്യാം. പക്ഷേ അവൻ പറയുക, ഇന്ന സ്ഥലത്തെത്തുമ്പോ ഇങ്ങനെ 2 പേര് വരും, അവര് നിന്നോട് ഇങ്ങനെ പറയും. ആ പറയുമ്പോൾ വിചാരിച്ചോണം, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതാണെന്ന്. ദൈവം ഒരാളെ ഒരു കാര്യത്തിനായി നിയോഗിക്കുമ്പോ അയാളുടെ ഉള്ളിൽ ചില തെളിവുകൾ വെളിപ്പെട്ട് വരും. എന്റെ കൂടെ എത്തിയെങ്കിൽ ഒരു നല്ല ആമീൻ പറ. ഞാൻ ഇനി നിങ്ങളോടാണ് ഞാൻ ഇതിൽ നിന്ന് ദൂത് പറയാൻ പോകുന്നത്. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തതിന്റെ ഒരു തെളിവ്, അത് നിന്റെ വീട്ടിൽ നിന്ന് ആരംഭിക്കും. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറ. ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. ചിലരുടെ വീട്ടിൽ നിന്ന് ഈ രാത്രി മുതൽ ചില ചേഞ്ചുകൾ ഉണ്ടായി വരും.
നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചിലത് ആരംഭിക്കും. നമ്മുടെ ചർച്ചിൽ ഏറ്റവും നല്ല സപ്പോർട്ടായി നിൽക്കുന്ന ഒരു സഹോദരനുണ്ട്, അശോകൻ ബ്രദർ. ഞാൻ അശോകൻ ബ്രദറിന് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പുറത്തിരിക്കുന്ന മോഹനൻ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അവരൊക്കെ തൂണുകളെ പോലെ ചർച്ചിന് ഉണ്ടായി വരട്ടെ, ചർച്ചിനെ താങ്ങുന്നവരായി എഴുന്നേറ്റ് വരട്ടെ. പക്ഷെ ഞാൻ അശോകൻ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്, കർത്താവേ തന്റെ വീടിനെ കൂടെ തൊടണം, തന്റെ വീടിനെ തൊടണം. ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത നിന്നെ മാത്രമല്ല, നിന്റെ വീടിനെ തൊട്ടുകളയും. ദൈവം നിന്റെ വീടിനെ തൊട്ടുകളയും. എനിക്ക് അതിനകത്ത് ഒത്തിരി ദൂത് പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഓടുവാ. നിന്നോടുള്ള ദൂത് ഈ പകൽ എടുക്കുന്നവരെടുത്തോണം. ജൂൺ ജൂലൈ നിന്റെ വീട് സന്ദർശിക്കപ്പെടും. നിങ്ങൾ അടുത്ത കാണണേ. അടുത്ത സംഭവം ഷൗലിനോട് പറയുവോ, ഷൗലിനോട് പറയുവോ, നീ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോ കുറച്ചു പേര് നിന്റെ മുമ്പിലേക്ക് വരും. അവരുടെ കയ്യിൽ വീഞ്ഞ് കാണും, അവരുടെ കയ്യിൽ അപ്പം കാണും. അവര് നിന്റെ കയ്യിൽ ചില അപ്പം നിനക്ക് കഴിക്കാനായി തരും. എന്നോട് സ്വർഗം പറഞ്ഞു, ജോണേ നോക്ക്, ഒരു പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് നിന്ന് നിനക്ക് പ്രൊവിഷൻ എഴുന്നേറ്റ് വരും. ആദ്യത്തെ ഇനിയും പറയുന്നത്, അടുത്ത ദൂതിലേക്ക് വരുന്നേക്കാൾ മുമ്പ് റിസീവ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഒന്ന്, നിന്റെ വീട്ടിനകത്തെ സാഹചര്യം മാറും. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ചിലതുണ്ടായി വരാനായി തുടങ്ങും. എന്റെ വീട്ടിലെ സാഹചര്യം ഞാൻ പറയട്ടെ. എന്റെ മോൻ, എന്റെ മോള്, എന്റെ വൈഫ്, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കർത്താവിനെ കാണുകയും ഒരുമിച്ചിരുന്ന് കർത്താവിനെ കേൾക്കും കൂടെ ചെയ്യുക. ഞാനൊരു ദർശനം കാണുമ്പോൾ സോളി അവിടെ ഇരുന്ന് പറയും, അങ്ങനെയല്ല അയാൾ വസ്ത്രം ഇട്ടിരിക്കുന്നതെന്ന്. നിങ്ങൾ ആരെങ്കിലും കൂടെ ഉണ്ടോ? ഞാനൊരു കാര്യം കാണുമ്പോൾ അന്നമുളപ്പുറത്തിരുന്ന് ചോദിക്കും, അപ്പ ആ വേഷം അയാളുടെ വേഷം ഇങ്ങനെയല്ലെന്ന് ചോദിക്കും. നിങ്ങളുടെ വീടിനകത്ത് ഇളക്കം ഉണ്ടാവും. അതോടൊപ്പം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ഥലത്ത് നിന്ന് പ്രൊവിഷൻസ് ഉണ്ടായി വരും. ഇനി ഞാൻ പറയുന്ന ദൂത് ഏറ്റെടുത്തോണം. ഇനി ഞാൻ പറയാൻ പോകുന്ന ഭയങ്കര കാര്യമാണ്. ഇത് രണ്ട് കാര്യം കഴിഞ്ഞു കഴിയുമ്പോ അടുത്ത് പറയുന്ന ഒരു വാചകം, അതിനുശേഷം ഫിലിസ്ത്യരുടെ പട്ടാളമുള്ള ദേവഗിരിക്കെത്തും. ദേവഗിരിയിൽ നീ ചെല്ലും. അവിടെ പട്ടണത്തിൽ കടക്കുമ്പോൾ ഇത് രണ്ട് അടയാളം കഴിഞ്ഞിട്ട് അടുത്തൊരു പോസ്റ്റിലേക്ക് നീ വരും. സഭ വരും. ഇതിന് ചുറ്റും അടയാളങ്ങൾ വെളിപ്പെടുമ്പോ സഭയോട് കർത്താവിന് പറയാനുള്ള അടുത്തൊരു സ്ഥലമുണ്ട്. അടുത്ത വാചകം, അവിടെ ഒരു കൂട്ടം പ്രവാചകന്മാർ നിന്റെ അടുക്കലേക്ക് കടന്നു വരും. വീണ, തപ്പ്, കുഴൽ, കിന്നരം എന്നിവയോട് കൂടെ പൂജാഗിരിയിൽ നിറങ്ങി വരുന്ന ഒരു പ്രവാചകണത്തെ കാണും. ഈ രണ്ട് അടയാളം കഴിഞ്ഞു കഴിയുമ്പോ നിന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, നിന്നെ ഒരു മിനിസ്ട്രിയുടെ കൂട്ടത്തിലാക്കാൻ പോവാ. നിങ്ങൾ എഴുതി വെച്ചോണേ, ഞാൻ ഇങ്ങനെയൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ പലപ്പോഴും റിസർവ് ആയിരിക്കാൻ എനിക്കിഷ്ടം. എനിക്കിങ്ങനെ പുറത്തു പബ്ലിസിറ്റി ആവാനൊന്നും അത്ര ഇഷ്ടമല്ല. എനിക്ക് പരസ്യപ്പെടുത്താൻ ഇഷ്ടമല്ല. അതാണ് എൻ്റെ മനോഭാവം. ഇതുവരെ എങ്ങനെയാ? ചില ആളുകൾ ചോദിക്കും, ബ്രദർ അടിപൊളിയായിട്ട് പാട്ടുണ്ടാക്കിയത് അത് അതിനോടുള്ള സംഭവത്തിൽ മാത്രമോ? പക്ഷെ അല്ലെങ്കിൽ എനിക്ക് റിസർവ് ആയിരിക്കുന്ന കൂടുതൽ ഇഷ്ടം. മനോഭാവം അങ്ങനെയാ. സ്വർഗനോട് പറഞ്ഞ്, ജൂൺ ജൂലൈ ഞാൻ നിന്നെ ലോകരാജ്യങ്ങളിലെ ദൈവഭൃത്യന്മാരുമായി ബന്ധപ്പെടുത്താൻ പോവാ. എന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ ഷോർട്ട് ചെയ്ത് കളഞ്ഞു. നിങ്ങൾ അറിയേണ്ടത്, ഞാൻ കണക്റ്റഡ് ആയെന്ന് നിങ്ങൾ ചിന്തിക്കല്ലേ, നമ്മൾ കണക്റ്റഡ് ആയെന്ന് ചിന്തിക്കാവൂ. നമുക്ക് ചുറ്റും ചില തെളിവുകൾ വെളിപ്പെടുകയാണ്. നമുക്ക് കാണാം ചിലതുണ്ടായി വരുന്നത്. ആ ഉണ്ടായി വരുന്നത് എന്നോടും നിന്നോടും പറയുന്നൊരു കാര്യമുണ്ട്, നീ ഒരു ശുശ്രൂഷ ഗണത്തിലേക്ക് കയറാൻ പോകുന്നു. എഴുന്നേറ്റ് നിന്നും തുള്ളിച്ചാടി ഒരു ആമേൻ പറ. എഴുന്നേറ്റ് നിന്നും തുള്ളിച്ചാടി ഒരു ആമേൻ പറ. ഇതുവരെ
രാജകീയ അഭിഷേകമാണ് ശൗലിന്റെ മേലുള്ളത്. ആ അഭിഷേകം നിന്റെ മേലുള്ള ശൗലിന്റെ മേൽ അഭിഷേകം ഉണ്ടെങ്കിലും അത് ദൈവം തെളിവുകളോടെ മാനിഫെസ്റ്റ് ചെയ്യിക്കാൻ പോവുക. സഭയുടെ മേൽ വലിയ വിളിയാ ദൈവം വെച്ചത്, പക്ഷെ അത് തെളിവുകളോടെ ദൈവം ഈ ദിവസങ്ങളിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ വൈകുന്നേരം നടക്കുന്ന പ്രയറിൽ ജോയിൻ ചെയ്യണം. സാധിക്കുന്നവരൊക്കെ ജോയിൻ ചെയ്യണം. സാധിക്കുന്നവർ ഞാൻ നിങ്ങളോട് ഒരു 2-3 മണിക്കൂർ നാം മാറിയിരുന്ന് പ്രാർത്ഥിക്കണം. കാരണം വി ആർ ഗോയിങ് ടു ഫേസ് ഇതുവരെ കണ്ടതല്ല നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ ജൂലൈ എന്നുള്ളത് ഓഗസ്റ്റ് എന്ന് മാറി പറയത്തില്ല കേട്ടോ. ഞാനൊന്നും കൂടെ പറയാം. ജൂലൈ എന്നുള്ളത് ജൂൺ, മെയ്, ജൂൺ, ജൂലൈ എന്നുള്ളത് ഓഗസ്റ്റിലേക്ക് ഞാൻ മാറി പറയത്തില്ല. അതിനു മുമ്പ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറ. It is closer to you. It is closer to you. ഇതുവരെ ഇല്ലാത്ത ചില കാര്യങ്ങൾ നിനക്ക് ചുറ്റും എഴുന്നേറ്റ് വരുന്നുവെങ്കിൽ അത് നിന്നോട് പറയുന്നത് ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടി ഞാൻ ചെയ്യുകയാണ് ഈ സീസണിൽ. ഇതുവരെ ഇല്ലാത്തത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുകയാണ്. ഇതുവരെ ഇല്ലാത്ത ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുകയാ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ആമീൻ പറ. ഇതുവരെ ഇല്ലാത്ത ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുകയാ. ഇതുവരെ ഇല്ലാത്ത ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുകയാ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നോ? ഏലിയാവിനോട് ചോദിക്കാം, തീ എവിടുന്നാ വന്നത്? അവൻ പറയാൻ അറിയത്തില്ല. ആത്മമണ്ഡലത്തിൽ നിന്ന്, സ്വർഗീയ മണ്ഡലത്തിൽ നിന്ന് ഭൗമിക മണ്ഡലത്തിലേക്ക് അക്ഷരീകമായി കത്തുന്ന തീ വരുക. ആത്മലോകം ഭൗമലോകത്തെ തൊടുന്നതാ. അത് തൊടുന്നതിനേക്കാൾ മുമ്പ് ദൈവം ഈ ഭൗമലോകത്തിൽ നിങ്ങൾക്ക് ചില തെളിവുകൾ തരും. കുറച്ച് കട്ടിയുള്ള കാര്യമാ. ഇത്ര എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒന്നും കൂടെ ഞാൻ പറയാം. ആത്മലോകം ഭൗമലോകത്തെ, ഈ ലോകത്തെ തൊടുന്നതിനേക്കാൾ മുമ്പ് ദൈവം ഈ ഭൗമിക ലോകത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ ചില തെളിവുകൾ തരും. ദർശനങ്ങളിലൂടെ, വെളിപ്പാടിലൂടെ, വചനത്തിലൂടെ. ആ തെളിവ് വരുമ്പോൾ ഒരുങ്ങിക്കോണം. ഞാൻ എവിടോ കയറി പോകാൻ പോവുകയാണെന്ന് മനസ്സിലായി ഒരുങ്ങിക്കോണം. ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ കുറച്ചു ദിവസം യെരൂശലേം വിടരുത്. എന്റെ പിതാവിനോട് ഞാൻ കേട്ടത് നിങ്ങൾ പ്രാപിക്കുന്നത് വരെ അവിടുന്ന് നീങ്ങല്ലേ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. വേദപുസ്തകം പറയുന്ന ഒരു നീങ്ങിയില്ല. They wait for it. അവർ പ്രാർത്ഥിച്ചത്, അവരാഗ്രഹിച്ചത്, അവർ പ്രതീക്ഷിച്ചത്, അതിനപ്പുറമായി ചിലതവർക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തി. ഞാൻ ചോദിച്ചത്, നീ പ്രാർത്ഥിച്ചത്, നീ ആഗ്രഹിച്ചത്, അതിനേക്കാൾ വലിയത് ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. ഈ സീസൺ നമുക്കുള്ളതാണ്. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കൈകളടിച്ചൊരു നല്ല ആമീൻ പറഞ്ഞേ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അൺക്വസ്റ്റ്യനബിൾ ആയിരിക്കും, ചോദ്യം ചെയ്യപ്പെടാത്തതായിരിക്കും, ഒരിക്കലും തെറ്റുപറ്റാത്തതായിരിക്കും. 2, ആർക്കും കൺവിൻസ്ഡ് ആകുന്ന വിധത്തിലെ തെളിവുകളോട് കൂടെ ആയിരിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? തെളിവുകൾ ദൈവം ആത്മീയമായിട്ടല്ല ചെയ്യുക, ഭൗതികമായിട്ടാ. നിങ്ങൾ ആരും കൈയടിച്ചില്ല അതിനെ. അത് സ്പിരിച്വലായിരിക്കും വെളിപ്പെടുന്നേ, പക്ഷെ ഭൗതികമായിരിക്കാൻ വെളിപ്പെടുന്നേ. ആത്മീയ കാര്യമാണ്, പക്ഷെ ഭൗതികമായിരിക്കാൻ വെളിപ്പെടുന്നേ. നിങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്ന ചില ആത്മാനുഭവങ്ങളും ഭൗതിക അനുഭവങ്ങളും ഒരേപോലെ ഒരു കാര്യം വിരൽ ചൂണ്ടുന്നുണ്ട്. സ്വർഗം എന്തോ ചെയ്യാൻ പോകുന്നു. സ്വർഗം എന്തോ ചെയ്യാൻ പോകുന്നു. സ്വർഗം എന്തോ ചെയ്യാൻ പോകുന്നു.
ഈ പകൽ അസാധാരണമായൊരു അഭിഷേകത്തിന്റെ പകർച്ചയുണ്ടാകട്ടെ. യേശു ജനിക്കുമ്പോ ആട്ടിടയന്മാർ ഒരു ശബ്ദം കേൾക്കുക, ദൂതന്മാരുടെ ആ ശബ്ദം. അവരുടെ ദൂതന്മാർ പറയുന്നതാ, നിനക്കൊരു തെളിവ് ഈ ഭൗമിക ലോകത്തിൽ തരാം, ശീലയിൽ പൊതിഞ്ഞ് ഒരു കൊച്ചിനെ കാണാം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആത്മീയമായി ദൈവം എന്തെങ്കിലും ഇടപെട്ടാൽ അത് ഭൗതികമായി കാണുന്ന വിധത്തിൽ ദൈവം ചിലത് ചെയ്യാൻ പോവുക. നിങ്ങൾക്ക് എന്റെ ഹാർട്ട് എന്ന് പറയുവോ, ഈ മാസത്തെ കഴിഞ്ഞ മാസത്തെ സാലറി ഇനി കൊടുത്തിട്ടില്ല, നമ്മൾ 3.5 ലക്ഷം രൂപ ഇനി കൊടുക്കാൻ കിടക്കുക. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ മുന്നോട്ട് പറയാ, ബ്രദറെ ചർച്ചിന് വേണ്ടി ഞാൻ ഇന്നത് ചെയ്യാൻ തയ്യാറാണ്, നാളെ മേടിച്ചാൽ അതിന് തയ്യാറാണ് കേട്ടോ. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നു, സംതിങ് ഈസ് പ്രിപ്പയറിംഗ് ഡേ. ദൈവം എന്താ പ്രിപ്പയർ ചെയ്യുക. ആ പ്രിപ്പറേഷനെ തിരിച്ചറിയുന്ന ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ, അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ സീസണിലേക്ക് കടന്നിരിക്കുക, നിങ്ങൾ ഈ സീസണിലേക്ക് വന്നിരിക്കുക. പ്രിയ കർത്താവേ, ഇന്ന് പകൽ നീ ഞങ്ങൾക്ക് തന്ന ആത്മീയ ബോധ്യങ്ങൾക്കായി നന്ദിയപ്പാ. കർത്താവേ, ഇന്ന് പകൽ നീ ഞങ്ങളോട് ഇടപെട്ടതിനായി നന്ദിയപ്പാ. തെറ്റുപറ്റാത്ത തെളിവുകളുമായി നീ ഞങ്ങളെ സന്ദർശിക്കുന്നതിനായി നന്ദിയപ്പാ. വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് നന്ദിയപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അവിടുത്തെ കരങ്ങൾക്ക് സ്തോത്രം. ഇൻ ജീസസ് നെയിം.